ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ എവിടേക്ക് പോകുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മളിപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ഇത് അതിൻ്റെ ഡോറാണ്. ഞാൻ ഫ്ലൈറ്റിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ഫ്ലൈറ്റിൻ്റെ അകത്ത്. ഇതുവരെ ഫ്ലൈറ്റ് കയറാത്തവർക്കൊക്കെ ഒരു എക്സ്പീരിയൻസ് ആവും ഇത്. നമ്മൾ ഫ്ലൈറ്റ് ഞാനിപ്പോൾ എൻ്റെ സീറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ സീറ്റിലിരുന്നു. വിൻഡോയിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഞാൻ പേസ്ട്രികൾ ധരിച്ചിട്ടുണ്ടായില്ല, ഞാനത് ധരിച്ചു. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത്. കൂടെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ അകത്തുനിന്നുള്ളൊരു വ്യൂ ആണിത്. सीट पर बांधने के लिए मेटल फिटिंग को कवर में डालें और इसे कसने के लिए साथ में धीरे धीरे को खींचें। बेल्ट खोलने के സേഫ്റ്റി ഇൻട്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. लिए इस विमान में എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെ എങ്ങനെയൊക്കെ പുറത്തൊക്കെ ചാടേണ്ടത് അതൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. लगाए गए हैं। कृपया अपने रास्ते के दरवाजों को ध्यान में रखें। आपातकाल में हस्पताल की बत्ती जलेगी और आपकी रास्ते के दरवाजा तक पहुंचने का रास्ता दिखाएंगे। आपके सीट के ऊपर ऑक्सीजन मास्क लगे हुए कैबिन में हवा का दबाव कम होने पर एयर मास्क अपने आप नीचे आ जाएंगे। अपने कोविड मास्क प्रोवाइड ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ അധികം ടൈമൊന്നുമില്ല. सीट पर छोड़े ऑक्सीजन लेने के लिए मास्क अपनी तरफ खींचे, नाकों मुंह को ढककर इलास्टिक बांध को सिर के ऊपर कसते हुए सामान्य से साथ रहते हैं। अपने मास्क लगाने के बाद सीधे अपने पास पर से खींचे। जैकेट के ऊपर की रब ट्यूब से मुंह से हवा भर सकती जैकेट खुला सकते हैं। बच्चों के लिए केवल एक टॉवल खींचे। ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മൾ ഫേസ് ഷീൽഡ് ഭയങ്കര ചൂടാണ്, അത് ധരിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് തൽക്കാലം ഊരി വെച്ചിരിക്കുന്നത്. നമ്മൾ ഫ്ലൈറ്റ് ഉടനെ പുറപ്പെടുന്നതാണ്. ഏകദേശം ടേക്ക് ഓഫ് ആകാനുള്ള ടൈം ആയിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് റിവേഴ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാർക്കിൽ നിന്നും റൺവേയിലോട്ട് റിവേഴ്സ് പോവാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന വീഡിയോ ആണ്. എയർ ഇന്ത്യ എക്സ്പ്രസ് ആണിത്. കരിപ്പൂർ എയർപോർട്ടിൽ നിന്നാണ് ഇപ്പോൾ പുറപ്പെടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഫ്ലൈറ്റ് റൺവേയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ എയർപോർട്ടാണ് കാണുന്നത്. നമ്മുടെ ഫ്ലൈറ്റ് റൺവേയിൽ നിന്നും പുറപ്പെടാൻ എന്തോ ഒരു സിഗ്നലിൻ്റെ ഇഷ്യൂ ഉണ്ട്. കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. നോക്കാം നമുക്ക് എന്താണ് പ്രശ്നം എന്ന്. ഫ്ലൈറ്റിനകത്താണ് അനൗൺസ്മെന്റ് ചെയ്യുന്നതിൻ്റെ മുൻപുള്ള സൗണ്ടാണ് ഇപ്പോൾ കേട്ടത്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനുള്ള സിഗ്നൽ ഇതുവരെ കിട്ടിയിട്ടില്ല തോന്നുന്നു. എന്തായാലും ഉടനെ പുറപ്പെടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റൺവേയിലൂടെ പതുക്കെ പോയി ഒരു എൻഡ് വരെ പോയി അവിടെ തിരിഞ്ഞു വന്നിട്ട് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുള്ളൂ. നിങ്ങൾ കാണുന്നുണ്ടാവും ഇപ്പോൾ മറ്റൊരു ഫ്ലൈറ്റ്. ആ ഫ്ലൈറ്റ് വരുന്നത് കാരണമാണ് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. അത് ഒരു എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഫ്ലൈറ്റ് ആണ്. അതിപ്പോൾ ലാൻഡ് ചെയ്തതാണ് എയർപോർട്ടിൽ. ആ ഫ്ലൈറ്റ് റൺവേയിൽ വരാനുണ്ടായതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സിഗ്നൽ കിട്ടാൻ ഡിലേ ആയത്. ഒരു എയർപോർട്ടിന്റെ ടേബിൾ ടോപ്പ് റൺവേയിലൂടെയാണ് പോയി പോകുന്നത്.
ഈ റൺവേന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. വളരെ ഉയരത്തിലാണ് ഈ റൺവേ സ്ഥിതി ചെയ്യുന്നത്. ഈ റൺവേന്റെ മുകളിലും താഴോട്ടാണ് കുറച്ച് മുമ്പ് ഒരു ഫ്ലൈറ്റ് ആക്സിഡന്റ് സംഭവിച്ച്. നമ്മളങ്ങനെ റൺവേയുടെ ഒരു എൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. എൻഡിൽ നിന്ന് ഫ്ലൈറ്റ് തിരിഞ്ഞ് ടേക്ക് ഓഫ് എടുക്കുന്നതാണ്. എൻഡിൽ പോയി തിരിയുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം. ഫ്ലൈറ്റിനകത്താണ് ഇപ്പോൾ ഇത് എല്ലാവരും ടേക്ക് ഓഫിന് വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. സീറ്റ് ബെൽറ്റൊക്കെ എല്ലാവരും ധരിച്ച് ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മള് തിരിയാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവും. അങ്ങോട്ട് പോയാൽ താഴോട്ട് വലിയ കുഴിയാണ്. ടേബിൾ ടോപ്പ് റൺവേയുടെ പ്രത്യേകത എന്നത് വളരെ ഉയരത്തിലാണ് ഈ റൺവേ സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോ ഇവിടുന്ന് ഫ്ലൈറ്റ് യൂട്ടേൺ ചെയ്തു. ഈ ഉടനെ ടേക്ക് ഓഫ് എടുക്കുന്നതാണ്. എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യാം. ഫ്ലൈറ്റ് സ്പീഡ് കൂടിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങളാകും ഫ്ലൈറ്റ് മുകളിലോട്ട് ഉയരുന്നതാണ്. സ്പീഡിലാണ് ഇപ്പോൾ ഫ്ലൈറ്റ് പോകുന്നത്. ഇപ്പോൾ ഫ്ലൈറ്റ് റൺവേയിലാണ്. നമ്മുടെ ഫ്ലൈറ്റ് ഉയർന്നിട്ടുണ്ട്. നമ്മുടെ എയർപോർട്ടാണ് കാണുന്നത്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. നമ്മുടെ കരിപ്പൂരിന്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. മുകളിലോട്ട് പോകുന്നവരും ക്ലിയർ കുറഞ്ഞുകൊണ്ട് നിൽക്കും. ക്ലാരിറ്റി കിട്ടില്ല. മുകളിൽ പോകുന്നവരും മുകളിൽ നിന്നുള്ള മനോഹരമായ ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും ഇവിടെ സേഫ് ആയിട്ട് ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ അടുത്ത വീഡിയോ എല്ലാവരും മസ്റ്റായിട്ട് കാണാം. ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലാണ്. നമ്മൾ പോകുന്നത് അബുദാബി എയർപോർട്ടിലോട്ടാണ് പോകുന്നത്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുന്നതാണ്. ഞാൻ അവിടെ പോയിട്ട് എന്തൊക്കെ കാര്യങ്ങളെന്നെല്ലാം. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം. കടലിന്റെ മുകളിലോട്ടാണ് പോകുന്നത്. ആ കാണുന്നത് ബീച്ച് ഭാഗമാണ്. കരയിൽ നിന്നും കടലിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം കടലിന്റെ മുകളിലാണ്. അല്ലാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.